മലയാളത്തിൽ ഇപ്പോൾ 2 ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വന്നു. ഇപ്പം ബസൂക്ക വരുന്നു, എമ്പുരാൻ വരുന്നത്. അപ്പോൾ ഇത്തരം 2 പടങ്ങളുടെ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു? അത് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും 2 ജോണറിലുള്ള ഫിലിമാണ്. എങ്കിൽ കൂടെ അത് ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഫിലിം നമ്മൾ വരുന്നത് നമുക്ക് ഭയങ്കര എന്നും അഭിമാനമാണ്. നമുക്ക് അങ്ങനത്തെ ഫിലിമാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. എന്നും ഉള്ള സിനിമയിൽ നിന്നൊരു മാറ്റം, ഇത് നല്ല ഡിഫറെൻ്റ് ആണ്. മേക്കിംഗ് കാര്യങ്ങളൊക്കെ നല്ല ഡിഫറെൻ്റ്. ഒരു പുതിയൊരു ന്യൂ ഡയറക്ടർ നമുക്ക് ഫീൽ ചെയ്ത രീതിയിൽ നല്ല അടിപൊളി മേക്കിംഗ് ആണ്. ഫിലിമിൻ്റെ ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാം ചെയ്തതൊക്കെ. ആറാട്ടിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, ഇനി അടിഞ്ഞാട്ടാണ്. അടിപൊളിയാണ്, അടിപൊളി അടിപൊളി. എല്ലാവരും വന്ന് കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി. എൻ്റെ മോളുണ്ട് അതിനകത്ത്, സ്നേഹ. ഒന്ന് പരിചയപ്പെടുത്താമോ? ഹായ്. ഫസ്റ്റ് മൂവിയാണോ? അല്ല, എൻ്റെ 4th ഫിലിമാണ്. ബസൂക്കയിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും കാണാൻ പോകുന്നത് വിസിബിലിറ്റി. അപ്പം മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റത്തില്ല, ആദ്യമായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം മഹേഷ് നാരായണൻ ഫിലിമിൽ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ കംപ്ലീറ്റ് മാസ് എൻ്റർടൈനിങ് ആയിട്ടൊരു മമ്മൂക്ക ഫിലിം കുറേ നാളുകൾക്ക് ശരിക്കും കാണാൻ പറ്റും. പുള്ളി എല്ലാം ചെയ്യുന്നതും വ്യത്യസ്തമായ സിനിമയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നെപ്പോലുള്ള ആക്ടേഴ്സിനെ വന്ന് പ്രോത്സാഹിപ്പിക്കണം, സിനിമ കാണണം. എല്ലാവർക്കും ബസൂക്ക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ബസൂക്കയിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം? അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഡീനോ ഡെനിസ് ഇസ് എ ഡയറക്ടർ. ഫാന്റാസ്റ്റിക് ആയിട്ടൊരു ഡെബ്യൂട്ട് ഓൺ ഡയറക്ടർ എന്ന രീതിയിൽ നോക്കിയാൽ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്നതിലും മുകളിലാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ മനസ്സിലാവും. ഈസ് എ വണ്ടർഫുൾ ഡയറക്ടർ. ഈസി ആയിരുന്നു വർക്ക് ചെയ്യാൻ ആൻഡ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ബസൂക്ക സെറ്റ് ആകുമ്പോൾ മമ്മൂക്കയുടെ കൂടെ ആണെങ്കിലും ഫുൾ ടീമിൻ്റെ കൂടെ. എങ്ങനെയാണ് സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്? നല്ല ഒത്തിരി സന്തോഷമായി. കാരണം ഇത് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ബസൂക്ക റിലീസാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാത്തിരിപ്പിൻ്റെ ആ ഒരു ഫലം വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് സ്ക്രീനിൽ. വിചാരിച്ചതിനേക്കാളും കൂടുതൽ വിചാരിച്ചതിനേക്കാളും ഒത്തിരി കൂടുതൽ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഫിലിം ആകെ മൊത്തം ഒത്തിരി ത്രില്ലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, ഫോളോ ചെയ്തത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക, എന്നെപ്പോലുള്ള ആക്ടേഴ്സിനെ വന്ന് പ്രോത്സാഹിപ്പിക്കുക. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്രയും ഡയറക്ടേഴ്സിനെയാണ് മമ്മൂക്ക ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ആളാണ് ഡീനോ ഡെനിസ്. അപ്പം എങ്ങനെയാണ് ഒരു ഡിബോട്ട് ഡയറക്ടറിൻ്റെതായ നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ പോലെ തന്നെ മമ്മൂക്ക അങ്ങനെ ആക്കിയെടുക്കുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. ഫസ്റ്റ് മൂവിയാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് അത്രയും നല്ല ഇൻറ്റ്യൂഷൻ ഉണ്ട്. പുള്ളിക്ക് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. ചില ആൾക്കാർക്ക് അതിൻ്റെ കേപ്പബിലിറ്റി ഉണ്ട്, അറിവുണ്ട്, നന്നായിട്ടൊരു സിനിമയെ ചെയ്യാൻ പറ്റും എന്നുള്ള പുള്ളിക്ക് തന്നെ അറിയാവുന്ന ആൾക്കാരെയാണ് പുള്ളി വിശ്വസിക്കുന്നത്. അതിപ്പോൾ ഈ സിനിമയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. വളരെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ച ജോലി ഡീനോ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാവരും അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുമുണ്ട്. ആൻഡ് ആസ് എൻ എക്സ്പീരിയൻസ് ഓൾസോ വർക്കിംഗ് ഓൺ ദിസ് ഫിലിം എനിക്ക് ഒത്തിരി സന്തോഷം നൽകിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കണ്ടപ്പോൾ അത് ഡബിളായി അതിന് സന്തോഷം. സിനിമയുടെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, എഡിറ്റിംഗ് എല്ലാം വളരെ ഡിഫറെൻ്റാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ക്വാളിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ധൈര്യപൂർവ്വം ലോകത്തിൽ ആരെയും കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഇന്റർനാഷണൽ ക്വാളിറ്റി തന്നെയാണ് ഓവറോൾ മൂവി. നമ്മുടെ ഒരു ഇന്റർനാഷണൽ. ഓക്കെ, പ്രേക്ഷകരുടെ സ്റ്റാൻഡേർഡ് ഉയർന്നു വരുന്നത് പോലെ തന്നെ ഈ സിനിമയുടെ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ ഉയർന്നു വരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം രീതിയിലാണല്ലോ സിനിമ പോകുന്നത്. പുതിയൊരു ജോണറാണ്, മലയാളത്തിൽ അധികം വന്നിട്ടില്ലാത്തൊരു ജോണർ. അപ്പോൾ അതിൽ ആ രീതിയിൽ ഞാനും ഒരു മലയാളം സിനിമ കണ്ടില്ല. ഇത് കാണാൻ പറ്റിയതിൽ എനിക്കും കഥയൊന്നും അധികം അറിയില്ലായിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ഞാൻ ഫുൾ ഫിലിം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. അപ്പം ഞാനും ആദ്യമായിട്ട് അതിനെ കാണുന്നത്. വളരെ സന്തോഷം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അ ലോട്ട്.